ആലപ്പുഴ അരൂരിൽ വൻ ഗതാഗത കുരുക്കാണ് കേട്ടോ. ആ ഭാഗത്തുകൂടിയാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത്? ചന്ദിരൂർ മുതൽ അരൂർ വരെ 1 മണിക്കൂറായിട്ട് വാഹനങ്ങളൊന്നും അനങ്ങുന്നില്ല എന്നാണ്. വളരെ സാവധാനം, ഒച്ചിഴയുന്നത് പോലെയാണ്. ഗതാഗത കുരുക്കാണ്. 1 മണിക്കൂറിലധികമായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഇനിയിപ്പോൾ അങ്ങോട്ട് തിരക്ക് കൂടുന്ന സമയം കൂടിയാണ്. ആളുകളൊക്കെ യാത്ര ചെയ്ത് തുടങ്ങുന്ന സമയം. ഇപ്പോൾ സമയം 10:30 സ്കൂളൊക്കെ പരീക്ഷയുള്ള സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ വലിയ തിരക്കാണെന്ന് തോന്നുന്നു. ഇത് പക്ഷേ കാര്യമായ മഴയൊന്നുമില്ലല്ലോ. എന്നിട്ടും എങ്ങനെയാണ് ഈ തിരക്ക്, ശരത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അൻകുമാർ. അതായത് അരൂരിൽ ദേശീയ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ഇത്തരത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഗതാഗത കുരുക്കാണ്. അതായത് അരൂർ പള്ളി ജംഗ്ഷന് സമീപത്താണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അവിടെ ഇത്തരത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെ ക്രെയിൻ റോഡിന് കുറുകെ വെച്ചതോടുകൂടി തന്നെ ഈ ഭാഗത്ത് വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ രാവിലെ ഒരു 8 മണി മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്കാണ് എന്നുള്ളതാണ് അതുവഴി പോയ യാത്രക്കാരൊക്കെ തന്നെ ഇപ്പോൾ വിളിച്ച് നമ്മളോട് പറയുന്നത്. അതായത് അവർ പറയുന്നത് രാവിലെ 7:30 ചേർത്തലയിൽ നിന്ന് പുറപ്പെട്ട സ്വകാര്യ ബസ് ഉൾപ്പെടെ ഇപ്പോഴും എറണാകുളത്തേക്ക് പോകേണ്ട ബസ്സാണ് ഇപ്പോഴും ഗതാഗത കുരുക്കിൽ കുടുങ്ങി നിൽക്കുന്നു. അങ്ങനെ ഇതുവരെ ബസ്സിന് പോലും മറികടക്കാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ ഈ മണിക്കൂറുകളായി ഇത്തരത്തിൽ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ട് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. വലിയ ഗതാഗത കുരുക്കാണ്, നീണ്ട നിര ഉണ്ട് താനും. മാത്രമല്ല ബസ് അടക്കമുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജോലിയുടെ ഭാഗമായിട്ടൊപ്പം വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളും ഈ ഗതാഗത കുരുക്കിൽ പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ, അരൂർ, ചേർത്തല അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് എറണാകുളത്തേക്ക് പോകേണ്ട നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ ഈ 8 മണി മുതൽ ഇപ്പോൾ 10 മണി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇത്രയും മണിക്കൂറായി ഈ അരൂർ മേഖല കടക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രതിസന്ധി അവർ പറയുന്നുണ്ട്. എന്തായാലും അവരൊക്കെ തന്നെ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് ബാധിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അതായത് ഈ ക്രെയിൻ ഉപയോഗിച്ച് റോഡ് തടഞ്ഞ ഭാഗത്തല്ല, തൊട്ടിപ്പുറം മറ്റൊരു ഭാഗത്ത്, അതായത് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വാഹനങ്ങൾ കടന്നു വരുന്ന ആ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ 2 ഭാഗങ്ങളിലുള്ള വാഹനങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് വേഗതയിൽ കടന്നു പോകാൻ സാധിക്കില്ല. 2 ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങളുള്ളതുകൊണ്ട് ചെറിയ പാതയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇഴഞ്ഞാണ് വാഹനങ്ങൾ നീങ്ങുന്നത്. എന്നിരുന്നാലും വാഹനങ്ങൾ ഇപ്പോൾ ചെറിയ രീതിയിൽ പോലീസ് അടക്കം ഇടപെട്ടുകൊണ്ട് തന്നെ കടത്തിവിട്ടിട്ടുണ്ട്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഈ ഭാഗത്ത് പകരം പാത ഒരുക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ നാട്ടുകാർ ഉയർത്തിയിരുന്നു. അങ്ങനെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗങ്ങളിൽ പകരം വഴി ഒരുക്കാത്തതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിക്ക് കാരണമായി മാറിയിരിക്കുന്നത്. താങ്ക് യു ശരത്താണ് വിവരങ്ങൾ നൽകിയത്.